ഡിയർ ഫ്രണ്ട്സ്, നല്ല വിളവ് തരുന്ന കൊടിയിൽ നിന്നും കർഷകന് സ്വയം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള വളരെ ലളിതമായൊരു മാർഗമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ നമുക്കൊന്ന് കാണാം. നല്ല പുഷ്ടിയോടെ വളരുന്ന നല്ല തിരിപിടുത്തവും മണിപിടുത്തവുമുള്ള ആരോഗ്യ പ്രതിരോധ ശേഷിയുള്ളതും 5 വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഉത്തമ മാതൃസസ്യം തന്നെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ തിരഞ്ഞെടുക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെപ്റ്റംബർ മാസം തന്നെ കുരുമുളക് വള്ളിയുടെ ചെന്തലകൾ ഉപയോഗിച്ച് ചെറുതൈകൾ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായി ആദ്യം കുരുമുളക് വള്ളിയുടെ കൊടിത്തലകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് 3 വർഷം മാത്രം പ്രായമെത്തിയ വള്ളിയാണ്. വള്ളിത്തലകളെ പരിചയപ്പെടുത്താൻ മാത്രം സെലക്ട് ചെയ്തതാണ്. അറിയാത്തവർക്ക് ഒരറിവായിരിക്കുമല്ലോ. കൊടിയുടെ ചുവട്ടിൽ നിന്ന് ഭൂമിക്ക് സമാന്തരമായി വളരുന്ന വള്ളികളാണ് ചെന്തലകൾ, അല്ലെങ്കിൽ റണ്ണർ വൈൻസ് എന്ന് പറയും. വള്ളിയുടെ വളർച്ചക്കനുസരിച്ച് ഇലഞ്ഞെട്ടുകളോടെ ഓരോ മുട്ടുകളിലും വേരുപിടുത്തമുണ്ടായി ചെന്തലകൾ ഭൂമിയോട് പറ്റിച്ചേർന്ന് വളരെ നീളത്തിൽ പോകും. കുരുമുളക് ചെടിയുടെ പ്രധാന തണ്ടിൻ്റെ പാർശ്വശാഖകൾ അല്ലെങ്കിൽ കണ്ണിത്തലകളാണ്, അതായത് വിളവ് തരുന്ന പാർശ്വശാഖകൾ. ഇത് വി ആകൃതിയിലോ നീളത്തിൽ ഐ ആകൃതിയിലോ കാണാം. ഈ കണ്ണിത്തലകളാണ് കുറ്റിക്കുരുമുളക് തൈകൾ ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഇത് കേറുതലകൾ, ഞാലൻ തണ്ടുകൾ എന്നൊക്കെ പറയും. അതായത് താങ്ങുകാലുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന തായ്തണ്ടുകൾ. കേറുതലകളുടെ തണ്ടുകൾ ഉപയോഗിച്ചും തൈകൾ ഉണ്ടാക്കാം. കേറുതലകൾ മരത്തിനോട് ചേർത്ത് കെട്ടിവെക്കണം, അല്ലെങ്കിൽ ഒരു ഗ്രിപ്പില്ലാതെ താങ്ങുമരമാണെങ്കിൽ തലകൾ ഊർന്നു വീഴും. ഇത് നാടനിനമായ കരിമുണ്ടയാണ്. നല്ല തിരിപിടുത്തമുള്ള വള്ളിയാണ്. കേറുതലകൾ യഥാസമയത്ത് താങ്ങുമരത്തിനോട് ചേർത്ത് കെട്ടിക്കൊടുത്തില്ലെങ്കിൽ ഇതുപോലെ ഊർന്നു വീണ് ഊഞ്ഞാൽ പോലെ ആടിക്കളിക്കും. ഒന്നുകിൽ ഇത് മുറിച്ചു മാറ്റി പുതിയ തൈകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ താങ്ങിനോട് ചേർത്ത് കെട്ടി വള്ളിയെ സംരക്ഷിക്കാം. വള്ളി തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നല്ല ഇനം മൂപ്പത്തിയ വള്ളി തന്നെ തിരഞ്ഞെടുത്തു. രോഗകീടബാധയില്ലാത്ത, അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ള നല്ല ഇനം തന്നെ. കൊടിയുടെ ചുവട്ടിൽ മൂപ്പത്തിയ ധാരാളം റണ്ണേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള ചെന്തലകൾ കണ്ടെത്തി തലകൾക്ക് പോറലേൽക്കാതെ വേരുപിടുത്തം ഒഴിവാക്കി മെല്ലെ മെല്ലെ വലിച്ചെടുത്ത് നല്ല കത്രികയോ മൂർച്ചയുള്ള ബ്ലേഡോ ഉപയോഗിച്ച് ചുവട് ചേർത്ത് മുറിച്ചെടുക്കണം. അടുത്തത് ചെന്തലകളിൽ നിന്നും നടീൽ വസ്തു ഒരിക്കൽ. മുറിച്ചെടുത്ത റണ്ണറിന് 3 മുട്ട് നിലനിർത്തിക്കൊണ്ട് നീളമുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. മുറിക്കുമ്പോൾ ചുവട് ചെരിച്ച് വേണം മുറിക്കാൻ. ചെന്തലയുടെ ഈ മൂത്ത ഭാഗവും ഇടം തലപ്പും ഒഴിവാക്കി ഇലഞ്ഞെട്ട്
തണ്ടിൽ നിൽക്കത്തക്കവണ്ണം അഗ്രഭാഗത്തെ ഒരു ഇല നിലനിർത്തിക്കൊണ്ടോ ഇല്ലാതെയോ ഇലകൾ മുറിച്ചു മാറ്റാം. ഓരോ മുട്ടുകളിലെയും വേരുകൾ ചെറിയ രീതിയിൽ നീക്കം ചെയ്ത് നടാൻ പാകത്തിനുള്ള ചെന്തലകൾ ഒരുക്കാം. വ്യത്യസ്ത ഇനം വള്ളികളിൽ നിന്ന് ശേഖരിച്ച ചെന്തലകൾ ഓരോ ബണ്ടിലായി വെച്ചാൽ ഇനങ്ങൾ മാറിപ്പോകാതെ താങ്ങുകാലുകളിൽ നടാം. ഈ കഷ്ണങ്ങളാക്കിയ ചെന്തലകൾ പോട്ടിംഗ് മിശ്രിതം നിറച്ച കവറിൽ വേരുപിടിപ്പിക്കാതെ തന്നെ നേരിട്ട് മണ്ണിൽ നട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് നല്ല വെയിലായതിനാൽ ഈ മുറിച്ച കഷ്ണങ്ങൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വൈകുന്നേരം തണ്ടുകളെ ഓരോ മുട്ടും മണ്ണിനടിയിൽ വരത്തക്ക വിധം താങ്ങുകാലുകൾക്ക് ചുവട്ടിൽ നടാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ രീതിയിൽ തന്നെ കഴിഞ്ഞ ജൂൺ മാസം, അതായത് കാലവർഷ ആരംഭത്തിൽ തന്നെ ചെന്തലകൾ മുറിച്ച് നേരിട്ട് മണ്ണിൽ നട്ട് വേര് പിടിപ്പിച്ചിരുന്നു. അതിൽ നട്ട തലകൾ എല്ലാം തന്നെ വേര് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 4-5 തൈകൾ നമുക്ക് കാണാം. അതായത് നല്ല മഴ അല്ലേ, ഒഴിഞ്ഞുകിടക്കുന്ന കാലുകളിലെല്ലാം അടുത്ത വള്ളികളിൽ നിന്ന് ചെന്തലകൾ മുറിച്ച് അപ്പോൾ തന്നെ നട്ടുകൊടുത്തതാണ് ഈ തൈകളെല്ലാം. അതായത് 1-2 നല്ല മാതൃവള്ളികൾ ഉണ്ടെങ്കിൽ നമ്മുടെ പറമ്പിൽ നിറയെ ഈ രീതിയിൽ വളരെ ലളിതമായി തൈകൾ ഉണ്ടാക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.